കോടികളുടെ കണക്കോ തള്ളോ ഒന്നുമില്ല. വെറും രണ്ടേ രണ്ട് കളറില്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ, മമ്മൂക്കയുടെ ഭ്രമയുഗം, രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തിട്ടുള്ള പടം. ആ പടം ഈ കഴിഞ്ഞ ഫെബ്രുവരി 12-ന് ഓസ്കാർ അക്കാഡമിയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓസ്കാർ അക്കാഡമിയുടെ മ്യൂസിയം പീസിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമ തുടങ്ങുന്നതിന് മുന്നേ അതിന്റെ അവതാരിക മമ്മൂക്കയെ കുറിച്ച് പറഞ്ഞത് എന്താന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കണോ? മാൻ, എനിക്കത് കേട്ടപ്പോ ഉണ്ടല്ലോ, എനിക്കുണ്ടായ എന്റെ രോമങ്ങൾ എഴുന്നേറ്റു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു കാര്യമാണ് പുള്ളിക്കാരി പറഞ്ഞേക്കുന്നത്. കേൾപ്പിച്ചേരാം. Comes from the Malayalam film industry, referred to as Mollywood, based in Kerala, India. The film takes place in 17th century India along the Malabar coast, where folk singer Devan, played by Arjun Ashokan, nearly escaped slavery from Portuguese soldiers, only to be driven by Yakshi into the ramshackle mansion of the menacing Lord Koduman Poti, played by Mollywood legend Mammootty. Oh. എന്താ പറഞ്ഞേ? കൊടുമൺ പോറ്റിയായിട്ട് പെർഫോം ചെയ്തത് ആരെന്നാ പറഞ്ഞേ? മോളിവുഡ് ലെജൻഡ് മമ്മൂട്ടി എന്നാ പറഞ്ഞേ. മലയാള സിനിമയിലെ ഏതൊരു ആക്ടറെ കുറിച്ച് ഇങ്ങനെ ഒരു 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 ഏരിയയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ആക്ടറെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മോളിവുഡ് ലെജൻഡ് മമ്മൂട്ടി എന്ന് പറയുന്നത് റിയലി ഹീസ് എ ലെജൻഡ്, റിയലി ഹീസ് എ മോളിവുഡ് ലെജൻഡ്. കാരണം പുള്ളിയുടെ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സാധനം എന്താണെന്ന് അറിയോ? മമ്മൂക്കയുടെ ഈ പടം പോലും ഒരു കോടി അടിച്ചില്ല, അല്ലെങ്കിൽ ഒരു കോടിയല്ല, ഈ ഒരു പടം പോലും 100 കോടി അടിച്ചിട്ടില്ല. ഇനി അടുത്ത പടത്തിന് കാത്തിരിക്കണം 100 കോടി. ഈ കോടി ക്ലബുകളുടെ വിമർശനാണ് മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് മലയാളത്തിലുള്ളത്. പക്ഷേ ഈ മലയാളത്തിന്റെ ഇട്ടാവട്ടം വിട്ടിട്ട് അങ്ങ് ഓസ്കാർ വേദിയിലേക്ക് ചെല്ലുന്ന സമയത്തുണ്ടല്ലോ, ഓസ്കാർ വേദി എന്ന് പറയുന്നത് ഓസ്കാർ നോമിനേഷനിലല്ല കേട്ടോ, ഓസ്കാറിന്റെ മ്യൂസിയം പ്രൊജക്ഷനില്, ആ വേദിയിലേക്ക് എത്തുന്ന സമയത്ത് മമ്മൂക്കാനെ എങ്ങനെ അഭിസംബോധന ചെയ്ത? മോളിവുഡ് ലെജൻഡ് അല്ലേ? 1700-കളിൽ മലബാർ കോസ്റ്റിൽ നടക്കുന്ന ഒരു കഥയാണ് ഇതിനകത്ത് അഭിനയിച്ചേക്കുന്ന. അർജുന അശോകനാണ് അതിനകത്തുള്ള വേറൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞ് കൊടുമൺ പോറ്റിയാണ്. ഈ കൊടുമൺ പോറ്റീനെ അവതരിപ്പിച്ചേക്കുന്നത് ആരെന്നാ പറഞ്ഞത്? മോളിവുഡ് ലെജൻഡ് മമ്മൂക്ക. റിയലി ഹീസ് എ ലെജൻഡ്. അത് കേട്ടപ്പോ ഉണ്ടായ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീൽ ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മമ്മൂക്കനെ കുറിച്ച് അറിയുന്ന മലയാളികൾ, ലോസ് ഏഞ്ചൽസിലാണ് ഈ ഒരു സ്ക്രീനിങ് നടക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെയുള്ള മലയാളികള് ഇങ്ങനെ ഒരു പടം റിലീസിനുള്ളപ്പോ അത് കാണാൻ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം മോളിവുഡ് ലെജൻഡ് മമ്മൂക്ക എന്ന് പറഞ്ഞപ്പോ അവിടെ കരഘോഷം കൈയടിയും കാണണമായിരുന്നു. എന്നിട്ട് ആ അവതാരിക ഉണ്ടല്ലോ, കുറച്ചു നേരം അവിടെ ഒന്ന് നിർത്തി കൈ അടിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരി വീണ്ടും തുടങ്ങുന്നത്. ഇന്നൂടെ കേൾക്ക്. കണ്ടാ? Unsettled by the manner, Devan soon discovers that Koduman is a descendant of a powerful sorcerer who was gifted by the goddess Varahi, a Chapan goblin, who the Lord controls. പിന്നെ പറയുന്നത് ആ സിനിമയുടെ എന്താണ് ആ ക്യാരക്ടർ, എന്താണ് അതിന്റെ ഐതിഹ്യം, ഇതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോ എന്താ പറയാ, വേർ ദ ഫോറസ്റ്റ് മീറ്റ് ദ സീ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഇതിന്റെ കൂടെ 2-3 സിനിമകൾ കൂടെ ഉണ്ട്. അതായത് ഒരു ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ, ഒരു ഫോക്ക് കൾച്ചറിനെ മുന്നോട്ട് വെക്കുന്ന സിനിമകൾക്കാണ് ഈ ഒരു സീസണിൽ ഒരു അവസരം കിട്ടിയേക്കുന്നത്. അപ്പൊ അതിലാണ് മലയാള സിനിമ എന്നുള്ളതാണ്. അപ്പൊ ഇതിന് മുന്നേ വേറെ പല കാറ്റഗറിയിലും ഇന്ത്യ എന്നുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 6-7 സിനിമകൾ എങ്ങാണ്ട് ഈ ഒരു ഇതില് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിന് ഇത് ആദ്യമായിട്ടാണ്. പക്ഷെ മലയാളത്തിൽ ഓസ്കാർ നോമിനേഷനിലേക്ക് പോകുന്നത് ആദ്യത്തെ സിനിമയൊന്നും അല്ല. നമുക്കറിയാലോ, മാതാവിന്റെ മകൻ അബു പോലുള്ള സിനിമകളൊക്കെ ഓസ്കാറിന്റെ നോമിനേഷനിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഓസ്കാറിന്റെ ഒരു വേദിയിൽ സ്ക്രീൻ ചെയ്തേക്കുന്ന ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് അത് നമ്മുടെ ഭ്രമയുഗമാണ്. അത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാലഘട്ടത്തിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമക്കാണ് ഈ ലോക അംഗീകാരം കിട്ടുന്നത് എന്നുള്ളതാണ്. ഇതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ പറയാ, ഏത് യൂണിവേഴ്സിറ്റിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് സിനിമയെ കുറിച്ച് എടുക്കുന്ന ഒരു ക്ലാസ്സിൽ അവിടെ എക്സാമ്പിൾ ആയിട്ട് വന്നേക്കുന്നതും അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നതും മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലാസ് ആണ്, അതിന്റെ ഒരു ക്ലാസ് ടച്ച് ആണ്. അപ്പൊ ഈവൻ തോ ഇതൊരു ഇൻ കേസ് ഇതൊരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയാണെങ്കിൽ കൂടെ
കൊടുമൻ പോറ്റി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ആ രീതിയിൽ ഫലിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര അധികം ഇത് ചർച്ച ചെയ്യപ്പെടുമായിരുന്നോ? ഇല്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്ക് പറയാൻ പറ്റുന്നത് മമ്മൂട്ടി ഈസ് എ ലെജൻഡ് എന്നുള്ളത്. പിന്നെ മലയാള സിനിമക്ക് ലോക സിനിമയിൽ കിട്ടുന്ന ഒരു അംഗീകാരം, മലയാള സിനിമക്ക് കിട്ടുന്ന ഒരു അറ്റൻഷനും ഉണ്ട് ഈ ഒരു പ്രദർശനത്തിലൂടെ. കാരണം വേൾഡ് ക്ലാസ്, അതായത് ക്യൂറേറ്റർമാര് സജസ്റ്റ് ചെയ്യുന്ന, അവര് സെലക്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ് ഈ ഒരു വേദിയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു സിനിമ അത് എവിടെ നിന്ന് വരുന്ന സിനിമയാണ്, എന്ത് ക്വാളിറ്റിയിൽ സിനിമ ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ എന്ന് വരെയുള്ള നോട്ടങ്ങളിലേക്ക്, അത്തരം അന്വേഷണങ്ങളിലേക്കും ലോകത്തിൽ സിനിമ ആസ്പിരന്റ് ആയിട്ടുള്ള ആൾക്കാർ പോകുമെന്നുള്ളതും കൂടെ ഇതിന്റെ ഒരു പ്രത്യേകതയാണെന്നുള്ളതാണ്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ബൂസ്റ്റ്. ഇപ്പൊ തന്നെ ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻഡസ്ട്രികളിൽ ഒന്നാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. അതായത് ഹെവി കൈൻഡ് ഓഫ് സിനിമകൾ ചെയ്യുന്ന തെലുങ്കു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ കൂടെ കണ്ടന്റിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കണ്ടന്റിൽ സിനിമ ചെയ്യുന്ന ഏക ഇൻഡസ്ട്രി ഇന്ന് മലയാളത്തിൽ ഇന്ത്യയിലുള്ളത് മലയാളം ഇൻഡസ്ട്രി ആണെന്നുള്ളതാണ്. അത് ഇന്ത്യക്കാർക്കറിയാം, ഇന്ത്യയിലുള്ള ആളുകൾക്ക് അറിയാം. സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയത്തിനെ അങ്ങനെ സമീപിക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാം. അവിടേക്കാണ് നമ്മൾ വീണ്ടും നമ്മുടെ വേൾഡിലേക്ക് നമ്മുടെ സിനിമയെ പ്രൊജക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വേറൊരു സിനിമയാണ് നമ്മുടെ സന്ദീപ് പ്രദീപിന്റെ ഈക്കോ എന്ന് പറഞ്ഞ സിനിമ. അതും ഒരു വേൾഡ് ക്ലാസ് അറ്റംപ്റ്റ് ഉള്ള ഒരു സിനിമയാണെന്നുള്ളതാണ്. അപ്പൊ കോടികളുടെ കണക്കോ തള്ളോ ഒന്നുമല്ല, കോടികളല്ല സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ടിനെ നമ്മൾ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ ഒരു ബിസിനസ് ഓറിയന്റേഷനിൽ ബിസിനസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് കോടികൾ ഒരു മാറ്റർ ആണ്. പക്ഷെ മലയാളത്തിലെ കോടികൾ പറയുന്നത് ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളതും വേറൊരു കാര്യം കൂടിയാണെന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ OTT പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് മലയാള സിനിമ കിട്ടുന്ന അക്സെപ്റ്റൻസിൽ വ്യത്യാസം വരും. കാരണം മലയാളത്തിലുള്ള സിനിമ OTT-ലേക്ക് കയറി കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവരും കാണും എന്നുള്ളൊരു സാധനം വരും. കാരണം സിനിമയുടെ സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റ് പല മത്സരവേദികളിലേക്കും ഇതുപോലെയുള്ള നോമിനേറ്റഡ് ആയിട്ട് പോകാൻ മലയാള സിനിമയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സിനിമ നമുക്ക് കൺസിസ്റ്റൻസ് ആയിട്ട് ഇതുപോലത്തെ ഇന്റർനാഷണൽ വേദികളിലേക്ക് നമ്മുടെ സിനിമയെ നമുക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ മാത്രമായിരിക്കത്തില്ല എന്നുള്ളതാണ്. അത് വേൾഡിലേക്ക് നമുക്ക് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. വേറെയും പല കൺസിഡറേഷൻസും ക്രൈറ്റീരിയാസും ഉണ്ട്. അതിന്റെ സബ് ടൈറ്റിൽ അത്രയും നല്ലതായിരിക്കണം, അതേപോലെ തന്നെ അതിൽ കലാമൂല്യം ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഫോക്ക് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് പ്യൂർലി ഫോക്കിനെ കുറിച്ച് പറയുന്ന സിനിമ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ക്രൈറ്റീരിയാസ് ഈ പറയുന്ന മ്യൂസിയം പീസ് സ്ക്രീനിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൂടെ ഉണ്ട്. അല്ലാണ്ട് വെറുതെ അത് പ്രദർശിപ്പിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ക്രൈറ്റീരിയകളെല്ലാം സിനിമ മീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ അതിന്റെ കൂടത്തെ തന്നെ പറയേണ്ടതാണ് ഈ ഒരു സിനിമ ഇങ്ങനെ ആയി മാറാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന പുള്ളിയുടെ ഡ്രീമാണ്, പുള്ളിയുടെ വിഷനാണ് ഇത് എത്തിച്ചെന്നുള്ളതാണ്. ആ വിഷനെ സ്ക്രീനിൽ പകർന്നാടെ മാത്രമാണ് സത്യത്തിൽ മമ്മൂക്ക എന്ന് പറഞ്ഞ ലെജൻഡ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വിഷൻ ഉള്ളത് കൊണ്ടും കൂടിയാണ് അത് എത്തിയത്. അപ്പൊ മലയാള സിനിമയിലുള്ള ഡയറക്ടേഴ്സിനും കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വിഷൻ ഏത് ലെവലിലാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡുള്ള സിനിമ ആസ്വാദകർ കൂടെ മലയാളത്തിൽ ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം കൂടെയാണ്. അപ്പോ ഇങ്ങനെ ഒരു സാധനം കണ്ടപ്പോ, ലെജൻഡറി എന്താ പറയാ മമ്മൂക്ക എന്ന് പറഞ്ഞു കേട്ടപ്പോ ഭയങ്കര സന്തോഷം, ഭയങ്കര ഫീലിംഗ്.